ഫ്ലാഷ് ബാക്ക്. എടാ തേണ്ടി പാട്ടി പാന്നിയുടെ മോനെ, എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും? ഞാൻ തരാന്ന്. എന്റെ പൊന്നട, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? ഈ പുലി വരുന്നു ഭീഷണിയേ ഉള്ളൂ, പുലി ഇല്ല. തരും, എന്നെ വിശ്വസിക്ക്. നോക്കണ്ട, നിന്റെ ഈ ഉണ്ടക്കൊണ്ട് ഞാൻ ചൂഴ്ന്നെടുക്കും. എന്നെ നാണം കെടുത്തരുത്. അപ്പൊ നിനക്ക് നാണുണ്ടോ? ഉണ്ടോ സദാശിവ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. അങ്ങനെ ഇരിക്കെ ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ദിവസം ഇത് MIT നമ്മുടെ ഫസ്റ്റ് ഡേ ആണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവനാണോ അത്? ആവും. MJ, come on. നീ ഇപ്പൊ ഒരുപാട് സന്തോഷത്തിലാണെന്ന് ആരും മനസ്സിലാക്കാൻ പാടില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് അറിയായിരുന്നു. നീ എന്താടാ ഒന്നും മിണ്ടാത്തത്? എല്ലാം കൊടുത്തിട്ട് ഒടുക്കം സ്വന്തം ചങ്കൂടെ പറിച്ചു കൊടുത്തില്ലേ, ഇനി എന്ത് മിണ്ടാൻ? ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ് ബോധപൂർവം. ഒരു വലിയ ആപത്തിനെ തടയാൻ എന്റെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാവരും മറക്കുക. എനിക്കറിയാം അതത്ര എളുപ്പമല്ലെന്ന്. കാരണം ഞാൻ പീറ്റർ പാർക്കർ മാത്രമല്ല, ഐ ആം സ്പൈഡർമാൻ. എന്നിട്ടെന്തായി? ഒരു കൂട്ടുകാരനില്ല, ഒരു ചിരിയില്ല, കളിയില്ല, മിണ്ടാനും പറയാനും ആരുമില്ലാണ്ട് എല്ലാം ഉള്ളിൽ ഒതുക്കി ഒരു മുറിയിൽ ഇങ്ങനെ ഇരിക്കും. എന്റെ കുടുംബം അവിടെ ഹാപ്പി, അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പി. With great power, There must also come great responsibility. എന്തിട്ടാ കാല് എടുത്തു മാറ്റാൻ പറടാ. പോലീസത്തെ ട്രാക്ക് മാറ്റി. ആരാത്? ആരാടത്? നിന്റെ അമ്മയുടെ നായര് പറയടാ. ആരായിരുന്നോ? പോലീസ് ജീപ്പ് കണ്ടപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും എന്നാ അങ്ങനെ ആയിക്കോട്ടെ. തെറിയാണ് വിളിച്ചത്. തെറിക്ക് പിന്നെ പ്രത്യേകിച്ച് ഭാഷ വേണമെന്നില്ലല്ലോ. വേഗം പോര്, ഇല്ലെങ്കിൽ തല്ലും കൂടി വാ. Go home. വേടക്കേട്ട ചെക്കൻ ശവം. സ്പൈഡർമാന് ചിലപ്പോൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. അത് പീറ്റർ പാർക്കറിനെ വേദനിപ്പിക്കുന്നതാണെങ്കിലും. ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ ഹരിക്ക് ഒരു ദുഃഖമില്ലേ? ഹരിക്ക് ആകെയുള്ള സ്വത്തുക്കൾ അത് രണ്ടുവാ, സ്നേഹവും ദുഃഖവും. അതിൽ സ്നേഹം ഞാൻ ആര് ചോദിച്ചാൽ കൊടുക്കും, പക്ഷെ ദുഃഖം അതെനിക്ക് വേണം. അത് പീറ്റർ പാർക്കറിനെ വേദനിപ്പിക്കുന്നതാണെങ്കിലും. ഉള്ളു മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? എനിക്കിതെന്താ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ ഡോക്ടർ ബാന, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്റെ വേളാങ്കണ്ണി മാതാവ്, ഇത് ആരൊക്കെയാ നിക്കണ? ഭീമൻ രഘുവേട്ടൻ, അബു സലീമേട്ടൻ, ഇന്നൊരടി ഉറപ്പാ. ഈ കൂട്ടത്തിൽ നമ്മുടെ കീരിക്കാടൻ ജോസേട്ടനും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവൽ വൈൽഡ് ഫയറാ. തന്റെ DNA മ്യൂട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു വലിയ അപകടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോന്നിങ്ങനെ ഹരിച്ചും ഗുണിച്ചും കണക്ക് കൂട്ടി വരുമ്പോ ഈ പറഞ്ഞത് നേരാണോ ഇട്ടിച്ചായ? സത്യമുണ്ട്, സംഭവം ഉണ്ട്. ചിലന്തികൾക്ക് 3 ലൈഫ് സൈക്കിൾസ് ഉണ്ട്. അവയിൽ ഈ മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്
അത് അവരുടെ ജീവന് തന്നെ ഒരു ഭീഷണിയായി മാറും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. ഈ രക്തത്തിലെയോ നരമ്പിലെയോ വേറെ ഏതോ ഒന്ന് ഊറി കിടക്ക്. എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. എന്റെ വഴിയിൽ നിന്ന് മാറി ഞെട്ടിയാ? ഞാൻ ഞെട്ടി. കണ്ടിട്ട് ആള് മോശക്കാരനൊന്നുമല്ല, ഇയാൾ തല്ലി വീഴ്ത്തുവോ? ഓ, ചിലപ്പോ നല്ലൊരു അടി കാണാം, അത്ര തന്നെ. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. ഞാനിതെന്ത് കാഴ്ചയാ കാണുന്നത്? അതാണ്ടാ നാനും കേക്കറേ, എന്നാടാ പ്ലാന്? പുനർജന്മം. ചെത്ത്. ഇതൊരു സാമ്പിൾ വെടിക്കട്ട. തൃശൂർ പൂരം കാണാൻ പോകുന്നേ ഉള്ളൂ. അതിനി അധികം വൈകില്ല, ഓർമ്മ വെച്ചോ. ഇനി അങ്ങോട്ടുള്ളത് യുദ്ധമാണ്. രണ്ടിലൊരാൾ വീണാൽ മാത്രം തീരുന്ന യുദ്ധം. ഞാൻ MJ, ഞാൻ നിങ്ങളുടെ അപ്പുറത്തുള്ള ഒരു നെയ്ബറാണ്. ഫ്രണ്ട്ലി നെയ്ബർ.